ഗൈസ്, വെൽക്കം ടു ഹോട്ടലാൻഡ്. ഇന്ന് എൻ്റെ കൂടെ ബാംഗ്ലൂരിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട് ജിബിൻ, അവൻ ജർമ്മനിലാണ്. അവൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. കോട്ടയാണ് അവൻ്റെ സ്ഥലം. അപ്പോൾ ഇന്ന് അവൻ ജസ്റ്റ് ചാലക്കുടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ഇന്ന് കറങ്ങാൻ പോവാണ്. അതിൻ്റെ വീഡിയോസ് ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണാം. അപ്പോൾ ജെയിംസ് ഉണ്ട് നമ്മുടെ കൂടെ. പിന്നെ ഇതാണ് ജിബിൻ, ജർമ്മനിലാണ്. അങ്ങനെ അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം. ഫ്രണ്ട് ക്യാമിൽ ഇതില്ലടാ, മറ്റേ വൈഡായിട്ട് ഇടാൻ പറ്റണല്ലേ, വൈഡ് ഇടാൻ പറ്റില്ല. അതാണ് നമ്മൾ ബാക്ക് ക്യാം വെച്ചെടുക്കണം. നിന്റെ ഫോണിൽ വൈഡ് ഉണ്ട് അല്ലേ? ഫ്രണ്ടിന് വൈഡ് ഉണ്ടാ? ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ക്യാമറയിലുള്ള ഫുട്ടേജസ് ഒന്ന് പോസ് ചെയ്തിട്ട് വേറെ ക്യാമറയിൽ എടുക്കുന്നതായിരിക്കും. ഒരു 17 Pro ഉണ്ട് ജെയിംസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഫ്രണ്ടിൽ വൈഡ് ഉണ്ടെന്നാണ് അവൻ പറയണേ. അപ്പോൾ ഇനി അതിലുള്ള വിഷ്വൽസ് കാണാം. പിന്നെ വേറൊരു കാര്യം, മൈക്ക് എടുക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിലപ്പോൾ നോയ്സ് അത്ര ക്ലാരിറ്റി കുറവായിരിക്കും. എന്നാലും ഞാൻ ഈ വീഡിയോ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും. എൻ്റെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ. ഈ കാണുന്നതാണ് സിൽവർ സ്റ്റോം. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ സിൽവർ സ്റ്റോം എന്ന് പറഞ്ഞൊരു വാട്ടർ തീം പാർക്ക് നീ കേട്ടിട്ടുണ്ടോ? അയ്യോ സോറി, സിൽവർ സ്റ്റോം അല്ലേ ഗൈസ്, ഡ്രീം വേൾഡാ. ഇരുട്ടാ? എഡിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. അത് നമ്മള് നാച്ചുറൽ, നമ്മളൊന്നും എഡിറ്റിംഗ് ഇല്ല. എന്തിനാ എഡിറ്റ് ചെയ്യണേ? അത് ഞാൻ പറഞ്ഞില്ല, ഡ്രീം വേൾഡ് അല്ല, സോറി സിൽവർ സ്റ്റോം അല്ല, ഡ്രീം വേൾഡ് ആണ് ഗൈസ്. അത് ഡ്രീം വേൾഡ് ആണ്. ഓക്കെ, സിൽവർ സ്റ്റോം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ജെയിംസിന്റെ മെസ് റൈഡിങ് ആണ് ഗൈസ്. ഷാർപ്പ് എഡ്ജസ് ആണ് ജെയിംസ്. നിങ്ങളുടെ തെങ്ങില്ലേ? നമ്മളെ ഏകദേശം എത്രയോ ഒന്നില്ലല്ലോ, ഇനിയും കുറച്ചുണ്ട് ഗൈസ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് തിരക്കുണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, ഇതാ തൃപ്പളിക്ക് പോണ വഴിയായത്. അവിടെ തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലം. കുറച്ചു തൂക്കുപാലം, ഇങ്ങനെ കിടന്ന ആടും പാലം. ഈ തൂക്കുപാലത്തിൽ കയറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതൊന്നും പറയലടാ, സെൻസർ ചെയ്യാൻ പറ്റില്ല. പറ്റിനി അപ്പുറത്ത് ചായ കുടിക്കലോ സിൽവർ സ്റ്റോമിന്റെ അവിടെ. അപ്പൊ ഞാൻ ഇവർക്ക് സിൽവർ സ്റ്റോം കാണിച്ചു കൊടുക്കാം. നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. വൈബൈയില്ലേ ഇപ്പൊ മണിമലയുടെ ഒരു ലുക്ക് അത്ര കാണും. ഇതുമല്ലേ അതിർപ്പിളിൽ എപ്പോഴും തിരക്കാം. ഈ വളവിന്റെ പേരാണ് ചക്രവാണി വളവ്. ദീപിനെ ഭയങ്കര ഡേഞ്ചറാ, എപ്പോഴും ആക്സിഡന്റ് ഉണ്ടാവും അവിടെ. ഭയങ്കര സ്റ്റീപ്പായിട്ട് ഇപ്പൊ ബൈക്ക് കൊണ്ടുവരണവർക്ക് പെട്ടെന്നത് കിട്ടില്ല. സ്പീഡിൽ വന്നാൽ തിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞപ്പോഴാ ഒരു കോമഡി ഉണ്ട്. ആ കോമഡി പിന്നെ പറയാം. ജിബിന് ഒരു വട്ടേ ഒരു മലയുടെ മുകളിലേക്ക് ഞങ്ങള് ബൈക്ക് ഓടിച്ച് പോവാ. അണ്ണൻ വ്ളോഗിന് ഒരു കുഴപ്പമുണ്ടാ, പേരൊന്നും പറയരുത്. അപ്പൊ ഇതുപോലെ ഒരു സ്റ്റീപ്പ്. അപ്പൊ ഞങ്ങളിങ്ങനെ പോവാ. അപ്പൊ തിരിച്ചു വരാം. ഇറക്കം ഇറങ്ങള്
അപ്പൊ ഇതുപോലെ തന്നെ ഒരു വളവ് ഞങ്ങളെല്ലാരും ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഇവൻ ബാക്കിലുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ അണ്ണനെ കാണാനില്ല. അണ്ണൻ ഞാൻ നോക്കുമ്പോ എന്താ പിടിച്ചു നിക്കല്ലേ, അപ്പുറത്ത് കൊക്കയാ, ആ കുറ്റീമ പിടിച്ചു നിക്ക. ആള് ബൈക്കെല്ലാം പടച്ചു വന്നവരൊക്കെ ഇറങ്ങിയപ്പോ നേരെ കിടന്നങ്ങട് പോയി. എന്തോ ഭാഗ്യത്തിന്. അതെങ്ങനെയാ ആരെ കണ്ടത്? മധുരനാണോ ആദ്യത്തെ കണ്ടു അത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവിടെ കിടത്താനെ. ആ നീ പിടിച്ചു നിന്നൂലേ? എനിക്ക് നിന്നു. അതും ഒരു പൾസർ ബൈക്കല്ല നമ്മള് റെന്റിനെടുത്തെ? പൾസർ. അതിന് പൈസ പോയോ? പിന്നെ എത്ര പോയി? അഞ്ചൊക്കെ പോയോ? ഇങ്ങോട്ട് വരണ ഇവൻ ഇങ്ങോട്ട് ഇമ്മടിക്കണ അവനത്. അപ്പുറത്തെ ഇങ്ങോട്ട് ഇമ്മടിക്കണ അവൻ. അവൻ എടുത്തിട്ടില്ലേ? വ്ളോഗിലുണ്ടാവും. ഏതിന്റെ? അല്ലെങ്കിൽ അമ്മ പണി കൊടുക്കരുതല്ലേ? അപ്പുറത്തെ കയറി ഇമ്മടിച്ച് വരണവൻ. 2 ക്യാമറ ആണ് പറഞ്ഞു. ഇവിടുന്ന് അവന്റെ ലൈസൻസേ കട്ട് ചെയ്താണ്. ബാംഗ്ലൂര് ഒരുപാട് കഥകളുണ്ട്. നിന്റെ സ്റ്റോറീസ് നമ്മുടെ സ്റ്റോറീസ് അത്ര ഇല്ല, പക്ഷെ ഉണ്ട്. എന്റെ ഉണ്ടാവും, എന്റെ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്റെ മൂട്ടയോ മൂട്ട വലിയ കഥയാ. എന്റെ ദൈവമേ, ഇവരുടെ റൂമില് മൂട്ട വന്നോടാ. ബെഡില് ഒരു മൂട്ടയില്ലേ, ആ മൂട്ട വന്നിട്ട് ഇവന്മാര് ആ കോളേജിലും ബാംഗ്ലൂരുള്ള എല്ലാവർക്കും മൂട്ട ഇങ്ങോട്ട് പടർത്തി. ഇവര് 5 പേര് റൂമിൽ താമസിക്കണേ. 4 പേര്. അപ്പൊ ഇവര് 4 പേരും കാലത്ത് തന്നെ ഈ മൂട്ടയിലും ബാഗിലിട്ട് ക്ലാസ്സിലേക്ക് വരും. ഈ മൂട്ട ക്ലാസ്സിൽ എല്ലാവരുടെയും ബാഗിൽ കയറിയിരുന്ന് ലാസ്റ്റ് ഞങ്ങളുടെ റൂമിൽ മൂട്ട, എല്ലാവരുടെ അടുത്തും മൂട്ട. ലാസ്റ്റ് ജിബിനൊന്നും പിന്നെ ഒന്നും അല്ലാണ്ട് കാരണം കൈമയൊക്കെ ചുമന്ന് തുടുത്തിരിക്കും. എന്താ വെച്ചാ അതൊരു മൂട്ട കഴിച്ചാണ്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആണ് ജോൺ ഞങ്ങളുടെ കൂടെ മാറി താമസിച്ചില്ലേ കുറച്ചാള്? അവന്റെ കിട്ടിയെന്നു ഞങ്ങളുടെ വീട്ടിൽ നിറച്ച് മൂട്ട. മാറിയിരുന്നു. ആ അപ്പൊ അത് മാറിയോ? പിന്നെ ഒന്നുമില്ലല്ലോ. പിന്നെ ഇല്ലായിരുന്നു തോന്നുന്നു, ആ സമയം നോർമൽ ആയിരുന്നു. ഞാൻ പിന്നെ അറിയുന്നില്ല. ആ നോർമൽ പറഞ്ഞ എല്ലാവർക്കും മൂട്ടയായി, മൂട്ട കോമണായി. ഏതൊരു ഹോസ് CST വരെ അല്ലേ മൂട്ട മറ്റേ മത്തഴിക്ക ആർക്കോ എനിക്ക് അറിയില്ല. കിട്ടിക്കാണ് എനിക്കറിയത്തില്ല. അടുത്ത കോണ്ടാക്ട് വന്നവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ സ്റ്റോറീസ് ഇല്ലല്ലോ. എന്നെ അങ്ങനത്തെ ഉണ്ടാവില്ല. എന്നെ അങ്ങനത്തെ ഞാൻ ചില്ലായിരുന്നു. ഞാൻ പക്ഷെ ഇങ്ങനത്തെ പരിപാടികൾ ഒപ്പിച്ചിട്ടില്ല. പക്ഷെ ഇതല്ലാതെ എനിക്കെല്ലാം വരുന്നുണ്ടായിരുന്നല്ലോ. എന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റോറി ഒരു സ്റ്റോറിയാ. അതൊരു 1.5 സാധനം. അത് അടിപൊളി സ്റ്റോറിയാ, അതാരും മറക്കൂല. എല്ലാവർക്കും എന്നോട് സഹതാപായി. ലാസ്റ്റ് സാറാണെങ്കി അങ്ങനെ ചീത്ത വിളിച്ചേ. പോകാൻ നേരത്ത് ഭയങ്കര ലാസ്റ്റ് നമ്മളെ മൈൻഡ് ചെയ്യാണ്ടായി തുടങ്ങിയില്ലേ. നമ്മളെ ക്ലാസ്സിൽ ഇല്ല, നമ്മുടെ അടുത്തേക്ക് വരൂല്ല, ഒന്നുമില്ല, കാര്യമില്ല പഠിപ്പിച്ചിട്ട്. പിന്നെ നമ്മളപ്പോ പിന്നെ റാപ്പിലേക്കൊക്കെ സജീവമായിട്ട് ഇറങ്ങിയില്ലോ. റാപ്പ് സോങ്സ് നീ ലാസ്റ്റ് എപ്പോഴും അതിരപ്പള്ളിക്ക് വന്നാണ്? അപ്പൊ വേണമെങ്കിൽ നമുക്ക് നാളെ അതിരപ്പള്ളി പോവാം.
അങ്ങനെയല്ല കേട്ടോ, അത് കഴിഞ്ഞ് പിന്നെയും ഉള്ളിലേക്ക് കയറാം. മലക്കപ്പാറ, വാൽപ്പാറ പോണോ? കാലത്തറ പിടിച്ചോ, താല്പര്യമുണ്ടല്ലോ നമുക്ക്. ഏത് പാസ് ആണോ? അതിപ്പോ നമുക്ക് ഫോണിൽ എടുക്കാൻ പറ്റില്ലേ? അവിടെ ഇതല്ലേ തൂക്കുപാലം? ചോദിച്ചോക്കിയാലോ. ക്ലോസ് എന്നാ പോട്ടെ, സിൽവർ സ്റ്റോമിന്റെ അവിടെ പോയിട്ട് ചായ കുടിക്കാം. ഇവിടെ നാളെ നമുക്ക് വേണമെങ്കിൽ കാലത്ത് തന്നെ ഇറങ്ങാം. നീ വരണ്ട? അവന് MBA നീ ഏതോ ഞാൻ നിന്നെ കമ്പ്യൂട്ടർ ചെയ്യാൻ നെറ്റില്ല. സപ്ലൈ അടിക്കണോണ്ടുള്ള എന്താ അഭിപ്രായം? അടിക്കും. അപ്പൊ പിന്നെ എന്തിനാണ് എഴുതണേ? എന്തായാലും അടിക്കും. അപ്പൊ പിന്നെ അടുത്ത വർഷം എഴുതിയ പോലെ. അടുത്ത ചെയ്തന്നെ അപ്പറിയില്ല, ഇപ്പൊ അറിയില്ല. ട്രൈ ചെയ്യണി വശം. അത് മാത്രല്ല എനിക്ക് പരിപാടി ഉണ്ടല്ലേ, പരിപാടിക്ക് പോണം. അമ്മയുടെ പരിപാടിക്ക് പോണം. നമുക്കോ ജീപ്പിനെ ജിൽ ഗുരുവിനെ വിളിച്ചോക്കാം. ഗുരു ഒരു 7 മണിയാകുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞേ. രണ്ട് ഓപ്ഷൻ ഉണ്ട് ഗുരു നിനക്ക്. ഒന്നെങ്കിൽ നിനക്ക് വരാം ഒന്ന് വൈകിട്ട്, അല്ലെങ്കിൽ നീ തീർന്നു. ക്യാമറ ഇരുട്ട് മാത്രമാണ്, ക്യാമറ ആയിട്ട്. ഗുരു ഒന്നും സ്റ്റോറി ഇടാ. ഗുരു ഒക്കെ ഭയങ്കര സ്റ്റോറി ഉണ്ടായിണ്ടാവും, പുറത്ത് വന്നിട്ടില്ല. എന്റെ നിന്റെയൊക്കെ എന്തായാലും പുറത്ത് ജോണിന്റെ അതിലെന്റെ അനുവിന്റെ ഒക്കെ പുറത്ത് വരും. ചുമ്മാ ഇരുന്നിരിപ്പിനെ കഴിക്കുന്ന പറ്റില്ല. അനുവിനാണോ? അല്ല, ഞാനും ഗുരുവും കൂടി എത്രിക് ഡേയുടെ തലേദിവസം വണ്ടിയിൽ തലടിച്ച് വീണ ഓർമ്മയാണ് നിനക്ക്? സ്കൂട്ടറിൽ നിന്ന് വീണു. ഫസ്റ്റത്തെ എത്രിക് ഡേ നമ്മളെല്ലാരും മറ്റേ വയലറ്റ് കളറ് അത് ആ ഇതിന്റെ തലേദിവസം ഞാനും ഗുരുവും കൂടി എവിടെ ജയനഗറോ എവിടെ പോയതാ. വരണ വഴിക്ക് വണ്ടി റണ്ണിങ് ആയിരുന്നു, വെറുതെ അങ്ങോട്ട് മലർന്ന് വീണു. ഗുരുവിന്റെ കാല് ഒടിയേ അങ്ങനെ എന്തോ സംഭവിച്ചു. പക്ഷെ അവൻ റെസ്റ്റ് ചെയ്യായിരുന്നു ഫുള്ള്. പിറ്റേ ദിവസം വന്നപ്പോഴും സോറി ഗുരു, ഞാനാ വണ്ടി ഓടിച്ചത്. ഇതെങ്ങാനും വയറിലാവൂ ഇനി വരണ്ട. ഇത് കണ്ട് മാച്ച് ആവാൻ സാധ്യതയില്ലടാ. ഞങ്ങൾ അരികെ ഒന്ന് പരീക്ഷിച്ചു നോക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഞങ്ങൾ പരീക്ഷിച്ചു ആക്ച്വലി. ജിബി വന്നപ്പോ തന്നെ അവന് അത് കാണാണ്ട് ഭയങ്കര ഒരു ഇത്. അപ്പൊ ഞങ്ങളുടെ അരികയിൽ കയറി, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ ഇനി വൈകിട്ട് വീട്ടിൽ പോയിട്ട് ടിൻഡർ അല്ലെങ്കിൽ ബമ്പിൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. നെക്സ്റ്റ് ആപ്പ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. അയ്യോ അത് ശരിയാണല്ലോ. ഇതാണ് സിൽവർ സ്റ്റോം ഗൈസ്. നേരത്തെ പറഞ്ഞത് ഡ്രീം വേൾഡ്, ഈ കാണുന്നത് ഇതാണ് സിൽവർ സ്റ്റോം. നമ്മളിപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനെ ഒരു പാലമുണ്ട്. പാലത്തിൽ ഇങ്ങനെ ചായക്കടകളുണ്ട്. ചായക്കടയിൽ ചായ ഉണ്ട്. ഇവിടെ ആയിരിക്കും പറയാൻ പറ്റില്ല. പിന്നെ ഡ്രീം വേൾഡ് ഐ ഡോണ്ട് നോ ഗൈസ്. യെസ്, ഓൾഡ് സ്കൂൾ വൈബ്സ്. ഏത്? അത് പക്ഷെ കയറാൻ പറ്റില്ല.
ഇവിടേക്കൊന്നും വന്നിട്ടില്ലല്ലോ നീ? ഇതാണ് നീ പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല. ഇവിടെ നല്ലല്ലോ. ആ ഇവിടെ വരാറുണ്ട് സാറിന്. ആ ഇടയ്ക്കൊക്കെ വരും. ഇപ്പൊ കുറവാ. പണ്ട് ഞായറാഴ്ചകളിലൊക്കെ അതിരപ്പള്ളി റൈഡ് സ്ഥിരമാണ്. വാട്ട് എ ബൂട്ടി. ഇരുട്ടായി അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായ. കുറച്ച് ബൈബിൾ സ്ഥലം അല്ലേ? ചാലക്കുടി പോലെ നല്ല. എടാ ഇതിലും അപ്പൊ എനിക്ക് തോന്നുന്നത് നീ അതിരപ്പള്ളി നിനക്ക് ആക്ച്വലി ഓർമ്മ ഉണ്ടാവില്ല. ഇതിലും വൈബാ. ആ അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ ഒക്കെ ഇതിലും വൈബ് സ്ഥലങ്ങളാണ്. എൻ്റെ ഫോൺ വെള്ളത്തിൽ പോയാൽ വലിയ രസം ഉണ്ടാവില്ല. എടുക്കാൻ പറ്റും, ഫോൺ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റും. വെള്ളമില്ലടാ. പക്ഷെ എങ്ങനെ അങ്ങോട്ട് ഇറങ്ങും? ആ ആയില്ല, ഒരു കായുള്ളൂ. കുറച്ചേരം ഒന്ന് പോസ് ചെയ്യാം. കൈ വേനെടുക്കുന്നു.